10 കോടി ഒരാൾക്ക് ലോട്ടറി അടിച്ചാൽ അതിൻ്റെ 50% കിട്ടുള്ളൂ. അതാണ് റിയാലിറ്റി. 5 കോടി എല്ലാം കഴിഞ്ഞ് 5 കോടിയേ കിട്ടുള്ളൂ. 5 കോടി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന അതിലും കൂടുതലായിരിക്കും. പിന്നെ ബാക്കി ടാക്സ് നമ്മൾ കയ്യിൽ നിന്ന് അടയ്ക്കണം. ടാക്സ് എല്ലാം പിടിച്ചിട്ടാണ് തരിക. അത് ടാക്സ് എല്ലാം പിടിക്കില്ല. ഞാൻ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞുതരാം. 10 കോടി ഒരാൾക്ക് ലോട്ടറി അടിച്ചാൽ ഏജൻസ് കമ്മീഷൻ 12 തൊട്ട് 10%, 12% വരും. 10% അസ്യൂം ചെയ്യാം. ബമ്പറിനൊക്കെ 10%. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിൽ നിന്ന് 1 കോടി രൂപ പോയി. പിന്നെയുള്ള 9 കോടിയിൽ 30% 94B TDS വരിക. അപ്പം 2 കോടി 70 ലക്ഷം അങ്ങനെ പോയി. അങ്ങനെ 6 കോടി 30 ലക്ഷം ആളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇത് ഇന്ന് ഒരാളുടെ അക്കൗണ്ടിൽ വന്നാൽ 1 വർഷം കഴിഞ്ഞ് ഇയാൾ TDS IT റിട്ടേൺ ഫയൽ ചെയ്യണം. 1 വർഷം കഴിഞ്ഞിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ ദിവസത്തിൽ നിന്ന് 1 വർഷം കഴിഞ്ഞിട്ട്. അതല്ല, ശരിക്കും 31 ജൂലൈ ആണ് ഡ്യൂ ഡേറ്റ്. അപ്പം നെക്സ്റ്റ് ഇയർ 31 ജൂലൈ എന്ന് പറഞ്ഞപ്പോൾ 1 വർഷം ആവുമല്ലോ. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് ആൾ IT റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് ആൾ ഞെട്ടുക. കാരണം ഓൾറെഡി ഈ TDS പിടിച്ചപ്പോൾ നമ്മൾ സാധാരണക്കാരാണ്, അവരുടെ ഒരു തെറ്റിദ്ധാരണ ഇതോടെ ടാക്സ് എല്ലാം കഴിഞ്ഞു, ഈ എമൗണ്ട് മൊത്തം നമുക്കുള്ളതാണ്. ബട്ട് 10 കോടി ടാക്സ് ഇനി ലോട്ടറി അടിച്ച ഒരാൾക്ക് സർചാർജും എഡ്യൂക്കേഷൻ സെസ്സും ഇനി ബാക്കിയുണ്ട് അടയ്ക്കാൻ. അപ്പോൾ ഈ IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് 5 കോടിയുടെ മേലെയുള്ള ഇൻകം ഉള്ള ഒരാൾക്ക് സർചാർജ് വരിക 35%. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പം 37%. അങ്ങനെ ആകുമ്പം പിന്നെയും 1 കോടിയുടെ അടുത്ത് അടയ്ക്കണം. പിന്നെയും ഈ 30, അതായത് 2 കോടി 70 ലക്ഷം ടാക്സ് പോയതൊക്കെ. ഇത് കൂടാതെ ഇനി 1 കോടി രൂപയുടെ അടുത്ത് ടാക്സ് അടയ്ക്കേണ്ടി വരും 1 വർഷം കഴിഞ്ഞിട്ട്. ഈ 1 വർഷം കഴിയുമ്പോഴേക്കും ഒരുവിധം ഇവരുടെ ക്യാഷ് എല്ലാം തീർന്നിട്ടുണ്ടാവും.